നമസ്കാരം. ഒടുവിൽ കേരളത്തിന് പുതിയ DGPയെ കിട്ടിയിരിക്കുന്നു. രാവത ചന്ദ്രശേഖർ എന്ന ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് അടുത്ത ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ. നല്ല ഓഫീസറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ ആരും മോശമായി ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല, CPM ഒഴിച്ച്. നല്ല ഓഫീസറായതുകൊണ്ടാണ് അദ്ദേഹം ദീർഘകാലമായി കേന്ദ്ര സർവീസിൽ തുടരുന്നത്. 17 വർഷമായി അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര സർവീസിലാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 11 വർഷമേ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത് UPA സർക്കാർ ഭരിക്കുമ്പോഴാണ്. എന്നിട്ടും അദ്ദേഹത്തെ തിരിച്ചയച്ചില്ല. അദ്ദേഹം സർവീസിൽ തുടർന്നു. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉന്നത പദവികൾ വഹിച്ചു. 17 വർഷം കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്നൊന്നും അറിയാതെ അദ്ദേഹം തിരിച്ച് കേരള പോലീസിൻ്റെ തലവനായി വന്നിരിക്കുന്നു. സാധാരണഗതിക്ക് നമ്മൾ പിണറായി വിജയനെ അഭിനന്ദിക്കേണ്ടതാണ്. അദ്ദേഹം 17 വർഷം കേന്ദ്രത്തിലായിട്ടും നല്ല പേരുള്ള ഉദ്യോഗസ്ഥനായിട്ടും പിണറായി വിജയൻ അദ്ദേഹത്തെ DGP ആയി ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ ഗൗരവമേ എടുക്കാത്തത്. കാരണം പിണറായിയുടെ ഭരണം ഒരു വർഷം കൂടി കഷ്ടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് UDFൻ്റെ ഭരണം വന്നാലും പിന്നെ ആദ്യത്തെ ഒരു വർഷം DGP പദവിയിൽ തുടരുന്നത് രാവത ചന്ദ്രശേഖരനാണ്. പിണറായിക്കും CPMനും വേണ്ടി ജയ് വിളിക്കുന്ന അടിമപ്പണി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറേക്കാൾ അവർക്കിഷ്ടം DGP പദവിയിൽ സ്വതന്ത്രനായ ഒരാൾ വരുന്നതാണ്. എന്നിട്ടും ഈ നിയമനം വിവാദമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊള്ളത്തരം. അവർ ഉയർത്തുന്ന വിഷയങ്ങളുടെ ദാരിദ്ര്യമൊക്കെ വ്യക്തമാക്കുന്ന ഒരു നിയമനമാണിത്. വാസ്തവത്തിൽ രാവത ചന്ദ്രശേഖരന് വേണമെങ്കിൽ CPMനെ DGP ആക്കാതിരിക്കാൻ കഴിയുമായിരുന്നു. അവർ പരമാവധി ശ്രമിച്ചതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി അവർ 6 പേരുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് കൊടുത്തു. CPM ആഗ്രഹിച്ചിരുന്ന 2 പേരെയും വെട്ടിയിട്ടാണ് 3 പേരുടെ ലിസ്റ്റ് കേന്ദ്രം തിരിച്ചു കൊടുക്കുന്നത്. CPM ആഗ്രഹിച്ചിരുന്ന 2 പേരും ആ ലിസ്റ്റിൽ ഇടം പിടിച്ച് അജിത് കുമാർ, മനോജ് എബ്രഹാവും. അങ്ങനെ കേന്ദ്രം കൊടുത്ത ലിസ്റ്റിൽ ഏറ്റവും യോഗ്യതയുള്ള ആൾ യോഗേഷ് ഗുപ്തയായിരുന്നു. യോഗേഷ് ഗുപ്തയെ CPMന് പേടിയാണ്, പിണറായിക്ക് പേടിയാണ്. അദ്ദേഹം മുഖം നോക്കാതെ നടപടിയെടുക്കും. അഴിമതിക്കാർക്കെതിരെ സന്ധിയില്ല സമരം നടത്തും. നമ്മുടെ PP ദിവ്യക്കെതിരെയൊക്കെ അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവിനെ പൂട്ടാൻ നടത്തിയ ശ്രമം വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നത് കൊണ്ട് അദ്ദേഹത്തെ എടുക്കാൻ കഴിയില്ല. പിന്നെ ഒരാൾ നിതിൻ അഗർവാളാണ്. നിതിൻ അഗർവാളിനെ കേന്ദ്ര സർക്കാർ പുറത്താക്കിയതാണ് BSFൻ്റെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന്. ആ കേന്ദ്ര സർക്കാരിന് അനഭിബന്ധനായ ഒരാളെ എടുക്കാൻ പിണറായിക്ക് പേടിയാണ്. കാരണം പിണറായിയും അദ്ദേഹത്തിൻ്റെ മകളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽപ്പെടും. അവരുടെ റഡാറിലാണ്. അനേകം അഴിമതിയും തട്ടിപ്പുമൊക്കെ നടത്തിയതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്കൊടുവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കേസന്വേഷണം ഒരു വിധത്തിൽ കേന്ദ്രത്തിൽ സ്വാധീനമുള്ളതുകൊണ്ട് അട്ടിമറിച്ചു പോവുകയാണ്. അപ്പോൾ നേരിയ പ്രതീക്ഷ രാവത ചന്ദ്രശേഖരനിലാണ്. കാരണം കേരളത്തിന് DGP ആയിരിക്കുമ്പോൾ പിണറായിക്ക് രാവത ചന്ദ്രശേഖരന് ദൗത്യം ഏൽപ്പിക്കാം. പലപ്പോഴും മുഖ്യമന്ത്രിമാരുടെ ദൗത്യം ഏറ്റെടുത്ത് നടത്താനുള്ള ബാധ്യത DGPമാർക്കുണ്ട്. കേന്ദ്രത്തിൽ 17 വർഷമുണ്ടായിരുന്ന ബന്ധം, കേന്ദ്ര ഏജൻസികളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവരുമായുള്ള സൗഹൃദം, അതുതന്നെയാണ് രാവതയ്ക്ക് നറുക്കു വീഴാൻ പിണറായിയെ പ്രേരിപ്പിച്ച ഘടകം. തനിക്കും തൻ്റെ മകൾക്കുമെതിരെയുള്ള അന്വേഷണം അവിടെ എത്തുമ്പോൾ അത് തടയാൻ DGP ആയിരിക്കുന്ന രാവത ചന്ദ്രശേഖരോട് ചോദിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അവർ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ രാവത ചന്ദ്രശേഖരനെ DGP ആക്കിയത്. അതേസമയം ഈ പദവിയിലെത്താൻ അദ്ദേഹത്തിന് ഒരു അയോഗ്യതയുമില്ല, നല്ല ഓഫീസറുമാണ്. പക്ഷേ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാപ്പരത്വത്തിൻ്റെ ഉദാഹരണമായി അദ്ദേഹത്തിന് നിയമനം മാറുന്നു. ഇനി നമ്മൾ പോവേണ്ടത് CPMൻ്റെ രക്തസാക്ഷി അഭിമാനത്തിലേക്കാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ വരെ കൂടുമ്പോൾ രക്തസാക്ഷികളെ ഓർമ്മിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. രക്തസാക്ഷികളാണ് അവരുടെ ജീവവായു എന്ന് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടി ചോര കൊടുത്തവർ, പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരാണ് രക്തസാക്ഷികൾ. അത് കള്ളുഷാപ്പിൽ കത്തിക്കുത്ത് നടത്തി കൊല്ലപ്പെട്ടവരും എതിർ പാർട്ടിയിൽപ്പെട്ടവരെ പാർട്ടിക്കാർ തന്നെ കൊല്ലുമ്പോൾ കടം വാങ്ങുന്നവരുമൊക്കെ CPM രക്തസാക്ഷികളിൽ വരുമെങ്കിലും ഭൂരിപക്ഷം രക്തസാക്ഷികളും CPIM ഇവിടെ സമത്വമുണ്ടാക്കാൻ പോകുന്നു, CPIM ഇവിടെ പാവങ്ങളുടെ പാർട്ടിയാണെന്ന് വിശ്വസിച്ച് വിഡ്ഢിവേഷം കെട്ടി മരണം ചോദിച്ചു വാങ്ങുന്നവരാണ്, പാർട്ടിക്ക് വേണ്ടി കൊല്ലപ്പെടുന്നവരാണ്. അവർക്കൊരു സ്മാരകമുണ്ടാക്കുക, അവരുടെ പേരിൽ ബക്കറ്റ് പിരിച്ചിട്ട് കുടുംബത്തിന് പകുതി കൊടുത്തിട്ട് ബാക്കി പാർട്ടി ഫണ്ടിൽ പെടുത്തുക എന്നതൊക്കെ CPMൻ്റെ ആചാരവെടികളിൽപ്പെടും. പക്ഷേ CPMന് രക്തസാക്ഷികളില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന രക്തസാക്ഷി കോട്ടയിൽ ഏറ്റവും കരുത്തുറ്റ കോട്ടയാണ് കൂത്തുപറമ്പ് വെടിവയ്പ് കേസിലെ 6 രക്തസാക്ഷികൾ. 5 പേർ അന്ന് കൊല്ലപ്പെട്ടു. ഒരാൾ ഈ അടുത്ത കാലത്ത് ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ച് സകലരുടെയും ആദരവേറ്റുവാങ്ങി മരിക്കുന്നു. ഇങ്ങനെ 6 രക്തസാക്ഷികൾ CPMൻ്റെ എക്കാലത്തെയും അഭിമാനമാണ്. ഏതാണ്ട് 31 വർഷം മുമ്പാണ് ഈ രക്തസാക്ഷികൾ ജനിക്കുന്നത്. അന്ന് CPIM വിട്ട് MV രാഘവൻ കരുണാകരൻ്റെ ബലത്തിൽ മന്ത്രിയായി വാഴുന്ന കാലമാണ്. CPM വിട്ട് രാഘവനെ ഇല്ലാതാക്കാൻ CPM അങ്ങേയറ്റം പരിശ്രമിച്ചു. അദ്ദേഹത്തിന് തറവാട് വീടിന് തീയിട്ടു. അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ പറശ്ശനക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം പോലും കത്തിച്ചു. രാഘവനെയും അദ്ദേഹത്തിന് കൂടെ നിന്നവരെയും അപമാനിക്കുകയും ഉപദ്രവിക്കുകയും
ചെയ്യാൻ കഴിയുന്ന ദ്രോഹമെല്ലാം ചെയ്യുകയും ചെയ്തു. എന്നിട്ടും കരുണാകരന്റെ കരുത്തിൽ രാഘവൻ പിടിച്ചു നിന്നു. രാഘവൻ കരുത്തനായി മുമ്പോട്ട് പോയി. ആ രാഘവൻ പരിയാരത്തൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു. അത് സ്വാശ്രയ മേഖലയിലേക്ക് വിട്ടുകൊടുക്കുന്നു. സ്വാശ്രയം എന്ന് പറഞ്ഞാൽ CPM വിരൽ പിടിക്കുന്ന സമയമാണ്. സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരാണ് CPM എന്ന്. അതുകൊണ്ട് അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസം വേണ്ട, സ്വാശ്രയം വേണ്ട, ഇവിടെ എല്ലാം സർക്കാർ മതി എന്നാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളം വിദ്യാഭ്യാസ രംഗത്ത് പിറകോട്ട് പോയി. കർണാടകയും തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അവിടേക്ക് നമ്മുടെ കുട്ടികൾ പോയി. അത് കഴിഞ്ഞ് ഒടുവിൽ വെളിപാടുണ്ടായി. ഇതൊക്കെ തുടങ്ങിയപ്പോൾ ഇവിടെയെങ്കിലും പഠിക്കാൻ ആരുമില്ലാതായി. അതുകൊണ്ട് ശാസ്ത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് CPM സമരം ചെയ്തുകൊണ്ട് ഈ ശാസ്ത്ര വിദ്യാഭ്യാസത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം മറ്റൊരു ഇരട്ടത്താപ്പ് നോക്കണം. അന്ന് CPM ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മകളെ അന്ന് അമൃതയിൽ ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയാണ്. പാർട്ടി നേതാക്കളുടെ മക്കളൊക്കെ ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കും. പക്ഷേ സാധാരണക്കാർക്ക് അത് നിഷേധിക്കുന്ന ലക്ഷ്യത്തിലായിരുന്നു സമരം. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജ് സ്വാശ്രയവൽക്കരിക്കുന്നതിനെതിരെ സമരം നടത്തുകയും അതിൻ്റെ ഭാഗമായി അവിടം സന്ദർശിക്കുന്ന MV രാഘവനെ തടയാൻ തീരുമാനിക്കുകയും ചെയ്തു. MV രാഘവൻ തൻ്റെടിയാണ്, കോൺഗ്രസ്സുകാരെ പോലല്ല, CPMൽ നിന്ന് വന്നതാണ്. കണ്ണൂരിൽ CPM സഖാക്കളെ വീര്യം പഠിപ്പിച്ച നേതാവാണ്. അങ്ങനെ രാഘവനെ തടയാൻ വേണ്ടി DYFIയുടെ ആൾക്കൂട്ടം എത്തുന്നു. രാഘവനെ തടയും, രാഘവനെ കൊല്ലും എന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പോലീസ് വെടിവെക്കുന്നു. 5 പേർ കൊല്ലപ്പെടുന്നു. പുഷ്പൻ മൃതപ്രായനാകുന്നു. ഇതാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ചരിത്രം. അന്ന് വെടിവെക്കാൻ ഉത്തരവിട്ടത് തലശ്ശേരി ASP ആയി ചുമതലയേറ്റ രവത ചന്ദ്രശേഖരായിരുന്നു. CPMന്റെ നമ്പർ 1 ശത്രുവായി രവത ചന്ദ്രശേഖരനെ പ്രഖ്യാപിക്കുന്നു. രവത ചന്ദ്രശേഖർ കോടതിയിൽ മൊഴി കൊടുത്തത് MV രാഘവനെ കൊല്ലും എന്ന് DYFIക്കാർ പറഞ്ഞിരുന്നു. പേരെടുത്ത് പറഞ്ഞിരുന്നു. ഇന്നത്തെ പാർട്ടിയുടെ ഉന്നത നേതാവ് MV ജയരാജൻ അടക്കമുള്ളവർ MV രാഘവനെ കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വെടിവെച്ചു എന്നാണ്. കോടതി അനുവദിച്ചു. കോടതി പറഞ്ഞ് കറക്റ്റായ നിലപാടാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഒരു നേതാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്, കുഴപ്പമില്ല എന്ന് കോടതി പിന്നീട് കണ്ടെത്തി. എന്നാൽ CPIM അന്നത്തെ കൂത്തുപറമ്പ് DYSP ഹക്കീം ബത്തേരിയെയും അന്ന് തലശ്ശേരി ASP ആയിരുന്ന രവട ചന്ദ്രശേഖരനെയും ശത്രുവായി പ്രഖ്യാപിച്ചു. രണ്ടുപേരുമാണ് ഇതിനെ ആസൂത്രണം നടത്തിയത്. ഈ രണ്ടുപേരും കൊലയാളികളാണ് എന്നതായിരുന്നു CPMന്റെ പ്രഖ്യാപനം. അവർക്കെതിരെ CPM കോടതിയിൽ പോയി പ്രതികളാക്കി പോലീസിന് കേസെടുക്കേണ്ടി വന്നു. ഈ കേസൊക്കെയാണ് പിന്നീട് തള്ളിയത്. CPMന്റെ എക്കാലത്തെയും വലിയ ശത്രുക്കളായിരുന്നു രവത ചന്ദ്രശേഖരനും ഹക്കീം ബത്തേരിയും. ആ രവത ചന്ദ്രശേഖരൻ CPMന്റെ ശല്യം സഹിക്കാനാവാതാണ് 17 വർഷം മുമ്പ് നാട് വിട്ടുപോയത്. കാരണം കേന്ദ്രത്തിൽ സമാധാനത്തോടെ ജീവിക്കുകയാണ്. ആ രവതയാണ് സാക്ഷാൽ പിണറായി വിജയൻ ഇപ്പോൾ DGP ആയി പോലീസിന് മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് സഖാക്കൾ ഞെട്ടിപ്പോകുന്നത്. സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തി ജീവൻ പോയവർ പിന്നീട് സ്വാശ്രയ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. എന്തിനേറെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളും വിദേശ യൂണിവേഴ്സിറ്റികളും പോലും ഇവിടെ എത്തിയിരിക്കുന്നു. CPM ആ നിലപാട് തിരുത്തിയിരിക്കുന്നു. അന്ന് രക്തസാക്ഷികളായവർക്ക് വേണ്ടി ഇന്ന് തിരികെത്തിക്കുന്നതിനൊപ്പം തന്നെ ആർക്കു വേണ്ടിയായിരുന്നു രക്തസാക്ഷികളായത്? അയാളുടെ കുടുംബം CPMന്റെ ഭാഗമായിരിക്കും. നമുക്കറിയാം MV രാഘവൻ വർഗശത്രുവായിരുന്നു. പിന്നീട് MV രാഘവനെ CPM ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. MV രാഘവന്റെ മകൻ MV നികേഷ് കുമാറിനെ CPM ജില്ലാ കമ്മിറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. പാർട്ടിയുടെ ബുദ്ധിജീവിയായി പാർട്ടി ക്ലാസുകൾ നടത്തി നടക്കുന്നത് ഇപ്പോൾ നികേഷ് കുമാറാണ്. ആർക്കു വേണ്ടി രക്തസാക്ഷികളായോ അവർ ഇപ്പോൾ CPMന് വേണ്ടപ്പെട്ടവരായിരിക്കുന്നു. എന്തിനു വേണ്ടി രക്തസാക്ഷികളായോ ആശയമില്ലാതായിരിക്കുന്നു. കാരണം സ്വാശ്രയ കോളേജുകളും സ്വകാര്യ യൂണിവേഴ്സിറ്റികളും സർക്കാരിൻ്റെ നയമാണ്. ആരാണോ കൊല്ലാൻ ഉത്തരവിട്ടത് അയാളും ഇപ്പോൾ CPMന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു. അന്ന് രവത ചന്ദ്രശേഖർ ASP എന്ന നിലയിൽ ഉത്തരവിട്ടതുകൊണ്ടാണ് 5 രക്തസാക്ഷികൾ കൊല്ലപ്പെട്ടത് എന്നത് വ്യക്തമാണ്. അത് CPM അതുകൊണ്ടാണ് അവരെ വർഗശത്രുവായി പ്രഖ്യാപിച്ച് രവത അടക്കമുള്ളവർക്കെതിരെ കേസ് നടത്തിയതും നിരന്തരമായി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതും. രവതയെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് CPM ബഹളം വെച്ചതുകൊണ്ടാണ് രവത നാട് വിട്ടുപോയത്. ആ രവതയെ പൂത്താലം വെച്ച് താലോലിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഈ പദവിയിൽ ഇരുത്തുമ്പോൾ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണം. അതുകൊണ്ടാണ് വേദനയോടെ പാർട്ടിയുടെ കണ്ണൂരിലെ ഇപ്പോഴും അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചപ്പും നെഞ്ചിൽ ചുമക്കുന്ന P ജയരാജൻ പ്രതികരിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ASP ആയി ചുമതല ഏറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ 25-ന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും. അപ്പോൾ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് ന്യായീകരിക്കേണ്ടി വന്നു. MV ഗോവിന്ദൻ പറഞ്ഞു, കോടതി വെറുതെ വിട്ടില്ലേ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. കോടതി വെറുതെ വിട്ടവരെയൊക്കെ നിങ്ങൾ നീതിമാന്മാരെ പ്രഖ്യാപിക്കാറുണ്ടോ? ഇല്ല.
ഒരിക്കലുമില്ല. നിങ്ങൾ കോടതി വിധികളെ പോലും അംഗീകരിക്കാറില്ല. അയോധ്യ കോടതി വിധി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കോടതികളൊക്കെ ശുംഭന്മാരുടേതാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങൾ ആ നിലപാടെടുക്കുന്നു. കേസ് സ്വാഭാവികമായിട്ടും വരൂലേ? കേസിൽ വന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുവോ? കേസിന്റെ ഭാഗമായിട്ട് വന്നു, അത് പിന്നീട് കോടതി പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ചേർക്കുന്നതിൽ കാര്യമില്ല എന്ന് കോടതി തന്നെ കണ്ടു, ഒഴിവാക്കി. അതാണ്ടായേ സംഭവം. CPM എന്ന പാർട്ടിയുടെ വല്ലാത്തൊരു ഗതികേടിൻ്റെ അവസ്ഥയാണ്. പിണറായി വിജയൻ പാർട്ടി ഹൈജാക്ക് ചെയ്ത് പിണറായിയുടെ ഇഷ്ടത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ പാർട്ടി സെക്രട്ടറിക്കോ പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്കോ ശേഷിയില്ല. പിണറായിക്ക് വേണമെങ്കിൽ യോഗേഷ് ഗുപ്തയെ DGP ആക്കാമായിരുന്നു. പക്ഷേ അഴിമതിക്കെതിരെ സന്ധ്യയില്ല സമരം നടത്തിയിരിക്കുന്ന യോഗേഷ് ഗുപ്തയെ വെച്ചാൽ ഭരണം അവസാനിക്കുമെന്ന് പേടിയുണ്ട്. രവീന്ദ്ര ചന്ദ്രശേഖരൻ മാന്യനാണ്, സത്യസന്ധനാണെങ്കിലും അദ്ദേഹത്തിന് ഈ പദവിയിലെത്തുമ്പോൾ അദ്ദേഹം ഒരു കോംപ്രമൈസിലേക്ക് പോകും. അവസാന കാലത്ത് സർക്കാരിനോട് യുദ്ധം ചെയ്യേണ്ട, പഴയ സംഘർഷമൊക്കെ തീർന്നു പോകട്ടെ എന്ന് കരുതാം. ആ ഒരു പ്രതീക്ഷ മാത്രമല്ല, രവതിയുമായി നല്ല ബന്ധത്തിൽ പോയാൽ തനിക്കെതിരെയും തൻ്റെ മകൾക്കെതിരെയുമുള്ള അഴിമതി കേസുകളിൽ രക്ഷ നേടാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ പിണറായിക്കുണ്ട്. അതുകൊണ്ടാണ് രക്തസാക്ഷികളെ പോലും വിഡ്ഢികളാക്കിക്കൊണ്ട് പിണറായി വിജയൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. എന്തായാലും പാർട്ടി അണികൾ പ്രതിഷേധത്തിലാണ്, ദുഃഖത്തിലാണ്, വേദനയിലാണ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിണറായി പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയും സ്വന്തം താല്പര്യത്തിന് വേണ്ടിയും മുമ്പോട്ട് പോകുന്നതിന് ഒരു പരിധിയൊക്കെ നിശ്ചയിക്കണമെന്ന് പാർട്ടിക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. CPMൽ വലിയ കോളിളക്കം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി അത് പുറത്തു വന്നിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വർഗശത്രുവായ K. സുധാകരന് വലിയ ഭൂരിപക്ഷം കിട്ടിയത് ഈ പശ്ചാത്തലത്തിലാണ്. അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് പാർട്ടിക്കാർ മാറിയിരിക്കുന്നു. അത് ഏതാണ്ട് പൂർണ്ണമാകുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി CPMനെതിരെ ആദ്യം വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, CPMകാരായിരിക്കും. കാരണം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിണറായി പാർട്ടി ഇല്ലാതാക്കും എന്നവർ വിശ്വസിക്കുന്നു. പാർട്ടിയുടെ രക്തസാക്ഷികളെ പോലും പരിഹസിക്കുന്ന തരത്തിലേക്ക് CPM മാറുമ്പോൾ ഇതിനേക്കാൾ ഭേദം UDF ഭരിക്കുന്നതാണ്, അല്ലെങ്കിൽ CPM ഇല്ലാതാകും എന്ന് തിരിച്ചറിഞ്ഞ് പാർട്ടിക്കുള്ളിൽ വലിയ കലാപം ഉണ്ടാവുകയും പാർട്ടിക്കാർ തന്നെ പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടി പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.